നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തെ നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. അദ്ദേഹം അനേകം യുവതികൾക്ക്, അതും മുതിർന്ന സ്ത്രീകൾക്ക് പോലും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നു, പഞ്ചാര അടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന ആരോപണം തെളിയിക്കുന്ന പല രേഖകളും പുറത്തു വരുന്നു. അത് വ്യക്തമായതുകൊണ്ടും സത്യമായതുകൊണ്ടുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പ്രതിരോധിക്കാൻ എത്താതിരുന്നത്. രാഹുലിനെ CPMകാർ കുരുക്കിയതാണ് എന്നൊക്കെ പറയുന്നത് വ്യാജമാണ്. ഇതൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞതുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല എന്നാണ് ഇന്നത്തെ പത്രവാർത്തകളും ചാനൽ ബ്രേക്കിങ്ങുകളും കാണുമ്പോൾ തോന്നുന്നത്. മലയാള മനോരമയിൽ സുജിത് നായർ എഴുതിയ വാർത്ത എങ്ങനെയാണ്? രാഹുലിൻ്റെ MLA സ്ഥാനം തുലാസിൽ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാടെങ്കിലും അത് അന്തിമ തീരുമാനമല്ല. സ്ഥിതി വീണ്ടും വഷളാകാനുള്ള സാധ്യത നേതൃത്വം കാണുന്നു. അങ്ങനെയെങ്കിൽ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി ആവശ്യപ്പെടുന്നത് പാർട്ടി ആലോചിക്കും. രാഹുലിൻ്റെതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ചാറ്റുകളും സംഭാഷണങ്ങളും നേതൃത്വത്തെ അലോസരപ്പെടുത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം പല നേതാക്കളും കടുത്ത രോഷത്തിലാണ്. അവസരങ്ങൾ നൽകിയ പാർട്ടിയോടും സമൂഹത്തോടും ഉത്തരവാദിത്വം പുലർത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടെന്ന നിഗമനത്തിലാണ് അവർ. ചാറ്റുകളിലെ രാഹുലിൻ്റെ പ്രതികരണങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്നതാണെന്നും അങ്ങനെ ഒരാൾ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തുടരാൻ അനുവദിക്കരുതെന്നുമുള്ള സമ്മർദ്ദം നേതൃത്വത്തിന് മേലുണ്ട്. നിയമസഭാ സമ്മേളനം അടുത്ത മാസം 15-ന് ആരംഭിക്കുകയാണ്. നടൻ കൂടിയായ LDFിൻ്റെ MLA മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയിട്ടും രാജിവെച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിൻ്റെ രാജി ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചിരിക്കുന്നത്. കോൺഗ്രസ് MLAമാരായ M. വിൻസെൻ്റ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയും കേസുകളുണ്ടായിട്ടും അവർ തുടരുന്നതും രാഹുലിന് അനുകൂലമാണ്. ദുരനുഭവങ്ങൾ പുറത്തു പറഞ്ഞ ആരും രാഹുലിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുമില്ല. എന്നാൽ ഈ 3 പേർക്കെതിരെ ഉണ്ടായ പരാതികളും രാഹുലിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പരാതി പരമ്പരകളും ഒരേ തട്ടിൽ കോൺഗ്രസ് കാണുമോ എന്നതാകും നിർണായകം. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും അത് നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്താൽ രാഹുലിന് പാർട്ടിയുടെ സംരക്ഷണം കിട്ടണമെന്നില്ല. പാർട്ടി തല അന്വേഷണം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചർച്ചകൾ നടക്കുകയാണ്. KPCCക്ക് ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. എന്നാൽ ആ സാങ്കേതികത്വം പറഞ്ഞ് അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. സുജിത് നായരെ പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇങ്ങനൊരു വാർത്ത എഴുതണമെങ്കിൽ കൃത്യമായ സോഴ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ MLA സ്ഥാനം തെറിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനമുഖികൾ കോൺഗ്രസിൽ ശക്തമായിരിക്കുന്നതർത്ഥം. വാസ്തവത്തിൽ കോൺഗ്രസിനോട് നമുക്ക് സഹതാപം തോന്നുന്നത് ഇവിടെയാണ്. കോൺഗ്രസിൻ്റെ കാര്യം ഇങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആ പദവിക്ക് വേണ്ടി ഒരു വശത്തിടി, മറുവശത്ത് വീണ് കിടക്കുന്ന രാഹുലിനെ ചവിട്ടി കൊന്ന് അദ്ദേഹം ഇരിക്കുന്ന MLA പദവിയിൽ കൂടി ഇരിക്കാൻ പിടിവലി കൂടുന്നു. എന്ത് കഷ്ടമാണ് കോൺഗ്രസെ! രാഹുൽ എന്തിനാണ് MLA സ്ഥാനം രാജിവെക്കേണ്ടത്? രാഹുൽ കാണിച്ചത് മോശമാണ്. രാഹുലിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഓർക്കണം, രാഹുലിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ സ്ത്രീ വിഷയത്തിൽ ചെയ്തവർ മന്ത്രിയായിരിക്കുന്ന നാടാണിത്. ഇപ്പോഴത്തെ 2 മന്ത്രിമാർ, ഒന്ന് ശശീന്ദ്രൻ, അയാൾ ഒരു സ്ത്രീയോട്, ഒരു മാധ്യമപ്രവർത്തകയോട് വൃത്തികെട്ട് അശ്ലീലം പറയുക മാത്രമല്ല പറഞ്ഞുകൊണ്ട് അശ്ലീലം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കേട്ടതാണ്. അത് വ്യാജമാണെന്ന് പിണറായിയുടെ ഒരു അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടില്ല. അന്ന് ഈ മന്ത്രിയെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ, ബസ്സിലിരുന്നു കൊണ്ട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങളുണ്ടായി. എന്നിട്ട് മന്ത്രിസ്ഥാനം പോയോ? അയാൾ ഇപ്പോഴും മന്ത്രിയല്ലേ? മറ്റൊരാൾ ഗണേഷ് കുമാറാണ്, പ്രഗത്ഭനായ മന്ത്രിയാണ്. പക്ഷെ ഗണേഷിനെ ഏതോ ഒരു സ്ത്രീ അടിച്ച് മുഖം പൊട്ടിച്ചതിൻ്റെ ദൃശ്യങ്ങൾ അദ്ദേഹം തന്നെ പുറത്തുവിട്ടതാണ്. ഗണേശിനെതിരെ ഇഷ്ടം പോലെ പരാതികളുണ്ടായി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഒരു വിവാദ സ്ത്രീയുടെ ഇളയ മകൻ ഗണേശിനാണ് എന്ന് ആ സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടായിട്ടും ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുന്നു, മന്ത്രിസഭയിൽ ഇരിക്കുന്നു. CPM MLAമാരാണ് മുകേഷും കടകംപള്ളി സുരേന്ദ്രനും. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളും കേസുകളും അവർക്കെതിരെ പുറത്തു വന്നിട്ടുണ്ട്. മുകേഷ് ബലാത്സംഗം ചെയ്യുന്ന കേസിൽ ജാമ്യമെടുത്ത് നിൽക്കുകയാണ്. ഇനി ശബ്ദരേഖയാണ് പ്രശ്നമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും മറ്റൊരു സ്ത്രീയുമായുള്ള ശബ്ദരേഖ എല്ലാവരും കേട്ടതാണ്. അങ്ങനെ എല്ലാ വൃത്തികേടുകളും കാട്ടുന്ന ഒരു കൂട്ടം ആളുകൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ അതൊന്നും ഒരു വിഷയവുമല്ലാതെ അവർക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഇതിനെ ഭൂമി കുലുക്കമായി കാണുന്നത്? അതാണ് കോൺഗ്രസിൻ്റെ കുഴപ്പം. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ ഞാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്തസ്സില്ലാത്ത പൊതുപ്രവർത്തകനാണ് എന്ന് തെളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് പോലും അത് നിഷേധിക്കാൻ കഴിയുന്നില്ല. എന്നാൽ രാഹുൽ ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസ്സുകാർക്കുണ്ട്. CPMകാർ എന്ത് വൃത്തികേട് കാട്ടിയാലും, ഏത് പീഡന കേസിൽ വന്നാലും
മകനും മകളും ചേർന്ന് അപ്പന് വേണ്ടി അഴിമതി നടത്തിയാലും സ്വർണ്ണക്കടത്ത് നടത്തിയാലും കറൻസി അടിച്ചാലും ഒക്കെ അവർ ഒരുമിച്ച് അവരെ സംരക്ഷിക്കും, ന്യായീകരിക്കും. എന്നാൽ ഇവിടെ കോൺഗ്രസ്സുകാർ ചെയ്യുന്നതോ അവസരം കിട്ടുമ്പോൾ ചവിട്ടി 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 താഴേക്കിടും. PK ശശി എന്ന് പറയുന്ന ഒരുത്തനെതിരെ പാർട്ടി പ്രവർത്തകയാണ് പരാതിപ്പെട്ടത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? P ശശി എന്ന് പറയുന്ന നേതാവിനെതിരെ വലിയ ലൈംഗികാരോപണം ഉണ്ടായി മാറ്റി നിർത്തപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി പോലീസിനെ നിയന്ത്രിക്കുന്നു. ഗോപി കോട്ടുമുറയ്ക്കൽ CPM-ന്റെ എറണാകുളം സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ഓഫീസിൽ വെച്ച് അശ്ലീല പരിപാടി പിടിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അദ്ദേഹം ഇപ്പോൾ കേരള ബാങ്കിന്റെ ചെയർമാൻ ആയിരിക്കുന്നു. ഇങ്ങനെ CPM-കാർ എല്ലാ പെണ്ണുപിടിയെയും എല്ലാ വൃത്തികേടുകളെയും ഒതുക്കുമ്പോൾ അത് പരാതി ഉണ്ടായിട്ടൊന്ന് ഓർക്കണം. കോൺഗ്രസ്സുകാർ ഒരു പരാതിയുമില്ലാത്ത ഒരു കേസിൽ അവരുടെ ഒരു MLA യുവ നേതാവിനെ വേട്ടയാടുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? അയാൾ ചെയ്തത് വൃത്തികേടാണ് എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് പറയുന്നു. അയാൾ പദവി രാജിവെച്ചത് നന്നായി. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരൊറ്റ കേസില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീ പരാതിപ്പെട്ടത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു സ്ത്രീയും പരാതിപ്പെട്ടിട്ടില്ല. ഒരു അവതാരിക എന്നോട് മോശമായി പെരുമാറിയില്ല, എന്നാൽ അശ്ലീല താല്പര്യത്തോടെ എന്നോട് സംസാരിച്ചു, പക്ഷെ മറ്റു പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ആരാണ് രംഗത്ത് വന്നത്? ഹണി ഭാസ്കരൻ. ആരാണ് ഈ ഹണി ഭാസ്കരൻ? പോരാളി ഷാജിയുടെ കൂട്ടാളി, ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടത്തിൽ ചേർന്ന് നിന്ന് എഴുത്തുകാരിയായ ആൾ. അവർ സൈബർ ഇടത്തിൽ CPM-കാരല്ലാത്ത എല്ലാവരെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഒരു സാധാരണ സൈബർ കമ്പനിയാണ്. അവർ പരാതിപ്പെടുന്നു. അവർക്കറിയില്ല അവരോട് മോശമായി പെരുമാറിയെന്ന് തെളിവ് അവരുടെ ഇല്ല. എന്നോട് മാന്യമായി പെരുമാറിയെന്ന് അവരും പറയുന്നുണ്ട്. എന്നാൽ അവർക്കറിയാമത്രേ രാഹുൽ പീഡിപ്പിച്ച ആളുകളുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഞാൻ പറയുന്നത് രാഹുലിനെ ന്യായീകരിക്കാനല്ല. കാരണം രാഹുലിനെ ന്യായീകരിക്കാൻ രാഹുലിന് പോലും കഴിയുന്നില്ല. പക്ഷേ രാഹുലിനേക്കാൾ വലിയ കുറ്റവാളികൾ ഭരിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ഈ നാട്ടിൽ രാഹുലിനെ കോൺഗ്രസ്സുകാരിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും അയാളുടെ പിന്നാലെ നടക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം വൃത്തികേടാണ്. CPM-കാർ പറയട്ടെ, അവർക്ക് ഉളുപ്പില്ല, അവരങ്ങനെയാണ്, അവർ ചെയ്യുന്നതൊക്കെ ന്യായം. നീ ശിവൻകുട്ടിയുടെ പ്രസ്താവന കണ്ടു. ശശീന്ദ്രനും മുകേഷും ഒന്നും ചെയ്ത പോലെ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കുറ്റം. അത് ശരിയാ, ശശീന്ദ്രൻ ചെയ്ത് അങ്ങേറ്റത്തെ വൃത്തികേടാണ്. മുകേഷ് പീഡനം നടത്തിയെന്നാണ് പരാതി. രാഹുലിനെതിരെ ഒരു പരാതിയില്ല. ആ വ്യത്യാസമുണ്ട്. ഇത് കൃത്യമായ ഒരു അജണ്ടയാണ്, കൃത്യമായ ഒരു പ്ലോട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞുപോയി. അയാൾ വായടച്ചിരിക്കുന്നതാണ് നല്ലത്. അയാൾ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തി പോലും പ്രതികരിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് തെറ്റായിപ്പോയി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ അദ്ദേഹത്തെ വലിച്ച് ചവിട്ടി ഇല്ലാതാക്കി പദവിയിൽ കയറാൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, അങ്ങേറ്റം ഹീനമാണ്, അങ്ങേറ്റം ബുദ്ധിശൂന്യമാണ്. ഈ പദവി ഒഴിഞ്ഞു പോയിട്ട് തെരഞ്ഞെടുപ്പോടെ നടന്നാൽ എന്ത് സംഭവിക്കും? BJP അവിടെ ജയിക്കും. കാരണം CPM-നോടുള്ള കടുത്ത വിരോധത്തിന്റെ പ്രതിഫലനമായിരുന്നു തെരഞ്ഞെടുപ്പ്. സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടാണ് ആ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ആ സ്ഥാനാർത്ഥി പാലക്കാടുകാരെ ചതിച്ചു. അപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും അടുത്ത ഓപ്ഷൻ BJP ആണ്. ശോഭാ സുരേന്ദ്രൻ എങ്ങാനും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ എപ്പോൾ മറ്റെല്ലാവരും തോറ്റം ചോദിച്ചാൽ മതി. അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് രാജിവെക്കണം, ആ സീറ്റ് നഷ്ടപ്പെടുത്തണം. എന്ത് വിവരക്കേടാണ്! അത്തരമൊരു ശ്രമം നടത്തുന്നത് ആരാണെങ്കിലും അങ്ങേറ്റത്തെ വിവരക്കേടാണ്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കണോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇനി വരാൻ പോകുന്ന 5-8 മാസത്തേക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, അതാണ് ധാർമ്മികത എന്ന് പറയുന്ന പരാജയം ചോദിച്ചു വാങ്ങലാണ്. തെറ്റാണ്. ഈ കോൺഗ്രസ്സുകാരെ കൊണ്ട് പൊറുതിമുട്ടുന്ന ചിലതുണ്ട്. മറ്റൊരു ഉദാഹരണം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം. പകരം ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവേണ്ടത്? സാമാന്യ ബോധമുള്ളവർക്കറിയാം, നീതിയുക്തിയുള്ളവർക്കറിയാം, രണ്ടാമതെത്തിയവൻ പ്രസിഡന്റാണ്. അതല്ലേ ലോകത്തിന്റെ നീതി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരം നടന്നു. 13 പേർ മത്സരിച്ചു. അതിൽ 2 പേർക്ക് വോട്ട് കിട്ടിയുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിനും അബിൻ വർക്കിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ 2,21,986 വോട്ട് നേടി. അത് പകുതിയും കള്ളവോട്ടാണ് എന്നാണ് ആരോപണമുള്ളത്. അതെന്തുമാവട്ടെ, അതിന്റെ പേരിൽ പോലീസ് കേസെടുത്തു. അവിടെയാണ് അബിൻ വർക്കിയുടെ മാന്യത നമ്മൾ കാണേണ്ടത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ വേണ്ടി കള്ളവോട്ടുണ്ടാക്കി എന്ന് തെളിഞ്ഞിട്ടും പോലീസ് കേസെടുത്തിട്ടും രാഹുലിനെതിരെ വന്നില്ല, പോലീസിനെ സംരക്ഷിക്കാൻ പോയില്ല. വാസ്തവത്തിൽ ഇവിടുത്തെ അബിൻ വർക്കി ആയിരുന്നു. അബിൻ വർക്കി 1,68,588 വോട്ട് നേടി. വലിയ മോശമൊന്നുമല്ല. അബിൻ വർക്കിക്ക് നല്ല പിന്തുണയുണ്ടെന്ന് അർത്ഥം. 3-ാം സ്ഥാനത്ത് വന്നത് അരിത ബാബുവ, 31,930 വോട്ടാണ്. വ്യത്യാസം നോക്കൂ. 3-ാം സ്ഥാനത്ത് വന്ന ആളുടെ വോട്ട് 31,930. ബാക്കി 10 സ്ഥാനാർത്ഥികളും അതിന് താഴേക്കാണ് വോട്ട് നേടിയത്. ഇപ്പോൾ ഒന്നാമതെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വരുന്നു. അപ്പോൾ സാമാന്യ മര്യാദയും സാമാന്യ നീതിയും എന്താണ്? ഇത്രയധികം വോട്ട് നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കണം. എന്തിനാണ് ആലോചന? പക്ഷെ ഇപ്പോൾ ഈ 3-ാം സ്ഥാനത്ത് പോലും എത്താൻ കഴിയാത്ത ചിലർ അടക്കം ഗ്രൂപ്പ് വഴക്കുമായി രംഗത്ത് വന്നിരിക്കുന്നു. അബിൻ വർക്കി A ഗ്രൂപ്പുകാരനല്ല, I ഗ്രൂപ്പുകാരനാണ്. അതുകൊണ്ട് A ഗ്രൂപ്പിൻ്റെതാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾ A ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമെന്ന് കുറച്ചു പേർ. അതല്ല,
അബിൻ വർക്കിയെ വേണമെന്ന് ഐ ഗ്രൂപ്പുകാർ. അതല്ല KC വേണുഗോപാൽ ഒരു സ്ഥാനാർത്ഥിയെ ചള്ളിയിലോ അങ്ങനെ കണ്ട ഒരാളെ കൊണ്ടുവരുമെന്ന് KC വേണുഗോപാൽ. എന്തൊരു ജനാധിപത്യ ബോധമാണ് നിങ്ങൾക്ക്? നിങ്ങൾ ആരെയാണ് പരിഹസിക്കുന്നത്? ഇവിടെ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് നിർബന്ധമായും രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയാണ്. അതാണ് നീതി, അതാണ് നിയമം. നിങ്ങൾക്ക് ഇതിനൊന്നും അറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പദവിയിൽ ഇടിച്ചു കയറി വരണം. ഈ ആറ്റിറ്റ്യൂഡുമായി മുമ്പോട്ട് പോയാൽ തകർന്ന് തരിപ്പണമാവും, ഒരു സംശയവും വേണ്ട. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാംഗത്വം രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്ന, അബിൻ വർക്കിയെ പ്രസിഡന്റ് ആക്കാതെ വേറൊരുത്തിനെ ഇവിടെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക, നിങ്ങൾ പരാജയം ചോദിച്ചു വാങ്ങണം. നിങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. കന്യാസ്ത്രീകളെ BJPക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാലും ഭേദം ഈ CPMന് പകരം അവർ തന്നെയാണ് എന്ന് തോന്നുന്ന തരത്തിലേക്ക് ജനത്തെ നിങ്ങൾ തള്ളിവിടരുത്. ഇവിടെ അബിൻ വർക്കി അല്ലാതെ മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കുറിച്ചുള്ള ചർച്ച തന്നെ അങ്ങേയറ്റം മര്യാദകേടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ചർച്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അബിൻ വർക്കി അല്ലാതെ മറ്റൊരാളെ തെരഞ്ഞെടുക്കണം എന്നുള്ള ആലോചനയും വരെ കോൺഗ്രസിന്റെ സാധ്യതയെ, ജനാധിപത്യ ബോധത്തെ, ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കും തീർച്ച.